ഹായ് ഇസ് മീ ഫ്രണ്ട്സ്, എല്ലാവർക്കും ബ്ലാക്ക് ടവളിയോട് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് അപ്പോൾ ലൈവ് ആസ്റ്റ് ഗോബൺ ഓൾവേസ് പോസിറ്റീവായി. ഇപ്പം നമ്മളൊന്ന് നോക്കുന്നത് വാരാണസി സ്പെഷ്യാലിറ്റീസ്, വാരാണസിയുടെ പ്രത്യേകതകൾ. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് നോക്കുന്നത്. വാരാണസി അല്ലെങ്കിൽ ബനാറസ് അല്ലെങ്കിൽ കാശി എന്ന പേരിലും ഈ നഗരം അറിയപ്പെടുന്നു. ഉത്തരേന്ത്യയിലെ ഉത്തർപ്രദേശിലെ ഒരു പ്രധാനപ്പെട്ട നഗരമാണ് വാരാണസി എന്നത്. ഉത്തർപ്രദേശിൽ ഗംഗാ നദിക്കരയ്ക്ക് സമീപമാണ് ഈ നഗരം. മനോഹരമായി ഈ നഗരം സ്ഥിതി ചെയ്യുന്നത്. ഒരു മുനിസിപ്പൽ കോർപ്പറേഷനാണ്. ആകെ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് 81 കിലോമീറ്റർ സ്ക്വയറാണ്. ഇവിടുത്തെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 12,12,610 ഇവിടുത്തെ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. മതത്തിന് പേര് കേട്ട അല്ലെങ്കിൽ മതപരമായ കാര്യങ്ങൾക്ക് പേര് കേട്ട ഒരു നഗരമാണ് വാരാണസി എന്നത്. അതിന് കാരണം ഹിന്ദു പാരമ്പര്യമനുസരിച്ച് ഒരു പുരാതന നഗരമാണ് വാരാണസി എന്നത്. അതോടൊപ്പം മുസ്ലിം കരകൗശലത്തിന് പേര് കേട്ട ഒരു സ്ഥലവും കൂടിയാണ് ബനാറസ് എന്നത്, വാരാണസി എന്നത്. അതുകൊണ്ട് തന്നെ രണ്ട് മതങ്ങളുടെയും പ്രധാനപ്പെട്ട സ്ഥലമാണ് ഈ വാരാണസി എന്ന് പറയുന്നത്. വാരാണസിയുടെ ചരിത്രം നോക്കുമ്പോൾ 2014 ഇവിടെ നടത്തിയ ഖനനത്തിൽ BC 80 കാലഘട്ടത്തിലുണ്ടായിരുന്ന പുരാവസ്തുക്കൾ ഇവിടെ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്, വാരാണസിയിൽ നിന്നും. അതോടൊപ്പം 16-ാം നൂറ്റാണ്ടിലാണ് ഇവിടേക്ക് ടൂറിസ്റ്റുകൾ വന്നു തുടങ്ങിയത്. 16-ാം നൂറ്റാണ്ടിലാണ് ടൂറിസ്റ്റുകളുടെ വരവ് തുടങ്ങിയത്. പിന്നീട് 1700 കാലഘട്ടമായപ്പോഴേക്കും ഇത് മുഗൾ ചക്രവർത്തിമാരുടെ കൈകളിലാവുകയും 1811 ആയപ്പോഴേക്കും നഗരം പതിയെ വികസിക്കാൻ തുടങ്ങുകയും 1911 ആകുമ്പോഴേക്കും ബനാറസ് അല്ലെങ്കിൽ വാരാണസി ഒരു നാട്ടുരാജ്യമാവുകയും 1947 ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇത് ഉത്തർപ്രദേശിനോട് ലയിക്കുകയും ചെയ്തു. അതായത് 1811 കാലഘട്ടം, ആ ഒരു കാലഘട്ടത്തിൽ തന്നെ ഇവിടെ ഏകദേശം 1000 ക്ഷേത്രങ്ങളോളം ഇവിടെ ഉണ്ടായിരുന്നതായിട്ട് ചരിത്രത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ മതപരമായ അല്ലെങ്കിൽ മതത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു നഗരമായിട്ട്, മതം കാണുവാനായിട്ട്, മതപരമായ ടൂറിസത്തിന് പേര് കേട്ട ഒരു നഗരമായി മാറുവാനായിട്ടുള്ള കാരണമെന്ന് പറയുന്നത് ബനാറസ്. പിന്നീട് 2014 തൊട്ട് നരേന്ദ്രമോദി വാരാണസിയാണ് പ്രതിനിധീകരിക്കുന്നത് പാർലമെൻറ്റിൽ. അങ്ങനെ നിരവധി പ്രത്യേകതകളുള്ള ഒരു നഗരമാണ് വാരാണസി എന്നത്. വാരാണസിക്ക് പേര് വരുവാനായിട്ടുള്ള കാരണം രണ്ട് നദികൾ കൂടിച്ചേർന്ന് അതിൻ്റെ കരയിൽ സ്ഥിതി ചെയ്യുന്നതുകൊണ്ടാണ് വാരാണസി എന്ന് പേര് വരുവാൻ കാരണം. അതായത് ആ രണ്ട് നദികൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ വരുണയും അസിയും. ആ രണ്ട് നദികൾ കൂടിച്ചേർന്നുള്ള പേരാണ് ഇതിന് നൽകിയിരിക്കുന്ന സിറ്റിക്ക്. അതുകൊണ്ടാണ് വാരാണസി എന്ന് വിളിക്കുവാനായിട്ടുള്ള കാരണമെന്ന് പറയുന്നത്. രാജ്യതലസ്ഥാനമായ ഡൽഹിയിൽ നിന്നും ഏകദേശം 630 കിലോമീറ്ററും ഉത്തർപ്രദേശിൻ്റെ തലസ്ഥാനമായ ലക്നൌവിൽ നിന്നും ഏകദേശം 320 കിലോമീറ്ററുമാണ് വാരാണസിയിലേക്കുള്ള ദൂരമെന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും ടേക്ക് കെയർ, ബൈ.